ഹലോ ഗായ്സ്, വെൽക്കം ടു ടെക് പ്രോ യൂട്യൂബ് ചാനൽ. ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കുക. ഈ ചാനൽ ഞാൻ തുടങ്ങിയിരിക്കുന്നത് ഒരു റവന്യൂ ജനറേഷന് വേണ്ടിയിട്ടല്ല, മറിച്ച് നമ്മൾ യൂട്യൂബിലും മറ്റ് സൈറ്റുകളിലൊക്കെ കാണുന്ന പല പല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ശ്രമിച്ച് നോക്കിയിട്ട് അതിനകത്തുനിന്ന് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് അത് എത്രത്തോളം സക്സസ് ആകുന്നു എന്നുള്ളതിൻ്റെ ഒരു റിവ്യൂ നിങ്ങൾക്ക്, അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾക്ക് തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ താരം ഇദ്ദേഹമാണ്, റിയർ AC ഇവന്റ്. അപ്പോൾ നിങ്ങൾ പലരും ഓൾറെഡി യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരിക്കും 80 രൂപയ്ക്ക് റിയർ AC ഇവന്റ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ. ഈസി ലൈഫ് ഐഡിയാസ് എന്നൊരു യൂട്യൂബ് ചാനലിൽ ഞാനും കണ്ടു 80 രൂപയ്ക്ക് കാറിൽ റിയർ AC ഇവന്റ് വെക്കാമെന്നുള്ളത്. എന്നാൽ പിന്നെ ഇതൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് ഞാനും വിചാരിച്ചു. ഇതെന്റെ കാറാണ്, 2010 മോഡൽ മാൻസ, ടാറ്റ മാൻസ. അപ്പോൾ നേരത്തെ ഞാൻ ഇതിലൊരു വലിയ ബ്ലോവർ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. വലിയൊരു ബ്ലോവർ എന്ന് വെച്ചാൽ സാമാന്യം വലിപ്പമുള്ള ഒരു ബ്ലോവർ തന്നെയാണ്. അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാക്കിൽ 3 പേര് ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടം വരെ ഇറങ്ങി നിൽക്കുമായിരുന്നു ബ്ലോവർ. നടുക്കിരിക്കുന്ന ആളിന് വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇരിക്കാനായിട്ട്. പക്ഷെ അതിന് നല്ല കാറ്റ് കിട്ടുമായിരുന്നു. കാറ്റ് മാത്രമേ ഉള്ളൂ, തണുപ്പില്ല. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, 2 പേര് ഇവിടെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് 6 അടി ഹൈറ്റ് ഉണ്ട്, എന്റെ ഫാദറിനും അങ്ങനെ തന്നെ അതിനുള്ള വണ്ണവും ഉണ്ട്. അപ്പൊ ഞങ്ങള് ഘടാഘടിയന്മാരായിട്ടുള്ള 2 പേര് ഇവിടെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഫ്രണ്ട് ഫുൾ അങ്ങ് കവറാവും. ഇവിടുന്നും തണുപ്പ് വരത്തില്ല, ഇവിടുന്നും തണുപ്പ് വരത്തില്ല, ഇവിടുന്നും തണുപ്പ് വരത്തില്ല. നട്ടുച്ചയ്ക്കൊക്കെ ഇരിക്കുന്ന സമയത്താണെങ്കിലും ഫ്രണ്ടിൽ മാത്രം തണുപ്പ് കിട്ടും, പുറകിലിരിക്കുന്ന ആർക്കും തന്നെ തണുപ്പ് കിട്ടത്തില്ല. ആ ഒരു പ്രശ്നം വന്നപ്പോഴാണ് ഞാൻ ബ്ലോവർ വെച്ചത്. അപ്പൊ ഇതിനു മുമ്പ് തന്നെ ഞാൻ പല ടെക്നീഷ്യന്മാരോടും ചോദിച്ചിരുന്നു, നമുക്ക് ഫ്രണ്ടിലത്തെ AC ഇവന്റിന്റെ പൈപ്പ് ഇങ്ങോട്ട് നീട്ടി ഇവിടെ വരെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു ചെറിയ ബ്ലോവർ വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് കിട്ടത്തില്ല എന്നൊക്കെ. പക്ഷെ ചോദിച്ചവരെല്ലാം ഒരേ ഉത്തരം തന്നെയാണ് പറഞ്ഞത്. അതായത് നമ്മൾ ഇപ്പം നിലവിൽ കമ്പനി ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സെറ്റിംഗ്സിൽ ആ പൈപ്പ് നമ്മൾ കട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. അതുകൊണ്ട് നമുക്കൊരു ഗുണവും കിട്ടത്തില്ലെന്ന് മാത്രമല്ല, ദോഷമായി വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചിട്ട് വെറുതെ ഒരു ബ്ലോവർ ഇവിടെ അങ്ങ് വെച്ചു. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിക്കുന്നില്ല. അതിന്റെ ഇൻസ്റ്റലേഷനും മറ്റു കാര്യങ്ങളും എല്ലാം ഓൾറെഡി ആ യൂട്യൂബ് ചാനലിലുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ഇത് ചെയ്തപ്പോൾ ആ വീഡിയോയിലെ ഇൻസ്റ്റലേഷനിൽ നിന്ന് ഈ വണ്ടിക്ക് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വന്നത്, ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് എന്തൊക്കെയാണ്, അതൊക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഞാൻ ഇതിന്റെ റിസൾട്ട് അങ്ങ് പറയാം. സംഭവം കൊള്ളാം, കുഴപ്പമില്ല. അതായത് സാധാരണ ഒരു ബ്ലോവർ വെക്കുന്നതിൽ നിന്ന് കിട്ടുന്ന കാറ്റിനേക്കാളും കുറച്ചും കൂടെ തണുപ്പുള്ള കാറ്റാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലോവറിൽ നിന്ന് ഇളക്കിയെടുത്ത ഒരു ചെറിയ വെന്റാണ്. ആ വെന്റ് ഫ്രണ്ടിൽ നിന്ന് വരുന്ന പൈപ്പിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. വെന്റ് വെച്ചിരിക്കുന്ന ഉദ്ദേശം നിങ്ങൾ നോക്കിയാൽ കാണാം. വെന്റിനകത്തോട്ട് 2 സൈഡിലേക്കും കാറ്റ് പോകുന്നതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വെന്റ് കട്ട് ചെയ്ത് ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഫ്രണ്ടിൽ എത്ര പേര് ഇരുന്നെന്ന് പറഞ്ഞാലും എത്ര കവറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഫ്രണ്ടിൽ നിന്നുള്ള കാറ്റ് പുറകോട്ട് വന്നില്ലെങ്കിൽ പോലും ആ ACയിൽ നിന്ന് കാറ്റ് ഇതുവഴി നമുക്ക് വെളിയിലേക്ക് കിട്ടും. ഇവിടെ ഇരിക്കുന്ന 2 പേർക്കും തരക്കേടില്ലാത്ത കാറ്റ് കിട്ടും. പക്ഷെ ഫ്രണ്ടിലിരിക്കുന്ന അത്രയും തണുപ്പ് നിങ്ങൾ യാതൊരു കാരണവശാലും പുറകിൽ പ്രതീക്ഷിക്കരുത്. ഫ്രണ്ടിൽ നിന്ന് വരുന്ന തണുപ്പ് ചെറിയ രീതിയിലൊക്കെ കുറഞ്ഞിട്ട് തന്നെയാണ് പുറകിലേക്ക് എത്തുന്നത്. എങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു തണുപ്പ് കിട്ടുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഇതൊന്ന് ശ്രമിച്ചു നോക്കാവുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ വണ്ടിയിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ തന്നെ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെക്നീഷ്യനെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുക. അത് മാത്രമല്ല, നിങ്ങളുടെ വണ്ടി വാറണ്ടി പീരീഡിലാണെങ്കിൽ യാതൊരു കാരണവശാലും നിങ്ങൾ ഇത് ചെയ്യരുത്. വാറണ്ടി പീരീഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ പരീക്ഷണങ്ങൾ നടത്തി നോക്കാൻ പാടുള്ളൂ. എന്ന് മാത്രമല്ല, ഇപ്പൊ പുതുതായിട്ട് വരുന്ന വണ്ടികളിലെല്ലാം തന്നെ പുറകിൽ AC വെന്റ് ഉണ്ട്, അല്ലെങ്കിൽ AC വെന്റിനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഒരു കേസിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമായിരിക്കും. ഇത് 10 വർഷം പഴക്കമുള്ള വണ്ടി ആയതുകൊണ്ട് റിയർ AC വെന്റ് എന്നുള്ളൊരു സങ്കല്പമേ ഈ വണ്ടിക്കകത്തില്ലായിരുന്നു. മുഴുവൻ കാര്യങ്ങളും നമുക്ക് പുതുതായിട്ട് തന്നെ ചെയ്യേണ്ടി വന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇൻസ്റ്റലേഷൻ വീഡിയോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഞാൻ ചെയ്ത് കഴിഞ്ഞ പ്രോഡക്റ്റിന്റെ ഒരു ഫീഡ്ബാക്ക് ആണ് തരുന്നത്. അതിന് കൂടെ തന്നെ ഞാൻ ചെയ്തപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് എനിക്ക് അന്നേരമാണ് മനസ്സിലായത്. അത് ഇനിയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും കൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞുതരാം. ഒന്ന്, നമ്മൾ ഈ മോഡ് കണ്ടോ, 2ാമത്തെ മോഡ്, അതായത് ഫ്രണ്ടിലത്തെ AC വെന്റിൽ നിന്നും താഴേക്കും കൂടെ കാറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണിത്. ഈ ഓപ്ഷനിൽ ഇടുമ്പോഴാണ് നമുക്ക് ബാക്കിലേക്ക് ACയുടെ തണുത്ത കാറ്റ് കിട്ടുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഈസി ലൈഫ് ഐഡിയാസ് എന്ന യൂട്യൂബ് ചാനലിൽ ഒരു വാഗനാറിനകത്തായിരുന്നു ഈ AC വെന്റ് ഫിറ്റ് ചെയ്യുന്നതിന്റെ വീഡിയോ ഉണ്ടായിരുന്നത്. പക്ഷേ
ഇത് ടാറ്റ മാൻസേ ആയതുകൊണ്ടും മാരുതിയും ടാറ്റയും തമ്മിൽ മേക്കിങ്ങിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ടും അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. അതായത് ഈ വണ്ടിയിൽ ഈ ഒരു ഭാഗം ഇളക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇവിടെയും ഇങ്ങനെ ഓരോ ക്ലിപ്പുകളുണ്ട്. ഇതേപോലെ തന്നെ ഇതിന്റെ അപ്പുറത്തെ സൈഡിലും ഓരോ ക്ലിപ്പുകളുണ്ട്. ഇനി പുറകുവശത്തെ ഈ ആംറസ്റ്റ് ഇരിക്കുന്ന ഈ കൺസോള്, അതിനു വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു അടപ്പുണ്ട്. ഈ അടപ്പ് തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്തൊരു സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ ഊരിക്കഴിഞ്ഞാൽ എൻടയർ ഈ ഒരു സെക്ഷൻ ഇത് മുഴുവനായിട്ട് നിങ്ങൾക്ക് ഊരിയെടുക്കാൻ സാധിക്കും. ഇവിടെ മുതൽ ഇങ്ങോട്ട് ഇത് ഊരി കഴിയുമ്പോൾ ഇവിടെ ആയിട്ട് മറ്റൊരു സ്ക്രൂവും കൂടെ ഉണ്ട്. ആ സ്ക്രൂ അഴിച്ച് നേരത്തെ പറഞ്ഞ ഇവിടുത്തെയുള്ള 2 സൈഡിലെ ക്ലിപ്പുകൾ ഊരിക്കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ മുഴുവൻ നിങ്ങൾക്ക് ഊരിയെടുക്കാൻ പറ്റും. ഈ കാണുന്ന ഗിയറിന്റെ സെക്ഷനൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഊരിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ തന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. സെപ്പറേറ്റ് ചെയ്ത് ഈ ഒരു സെക്ഷൻ മുഴുവൻ ഇളക്കി നമുക്ക് മാറ്റാം. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഊരി വെളിയിലോട്ട് മാറ്റാൻ പറ്റും. ഇനി വാഗണറിലും ടാറ്റയിലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന വെന്റ് വഴിയാണ് താഴേക്കുള്ള കാറ്റുകൾ വെളിയിലേക്ക് വരുന്നത്. അപ്പോൾ വാഗണറിൽ ഇത് ചെറിയൊരു വട്ടം മാത്രമാണ് ഉള്ളത്, പക്ഷെ ഇവിടെ ഇത്രയും വലിയ ഒരു ഭാഗമാണ് ഉള്ളത്. അപ്പം ഞാൻ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 2 സൈഡിലെ 2 ഭാഗവും ഡക്ട് ടേപ്പ് വെച്ച് കവർ ചെയ്തു. ഇവിടെ ഈ തിളങ്ങി കാണുന്ന ഭാഗമാണ് ഞാൻ കവർ ചെയ്ത ഡക്ട് ടേപ്പിന്റെ ഭാഗം. അതിന് പകരം ഈ ഭാഗം ഇങ്ങനെ കവർ ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്. അവിടെ 2 ഡ്രില്ല് ചെയ്തിട്ട് അവിടുന്ന് 2 പൈപ്പുകൾ ഇതുവഴി പുറങ്ങോട്ടെടുത്ത് ഇങ്ങനെ വന്ന് പുറയിലേക്ക് എത്തിച്ചു. ഇതിനകത്തൂടെ വന്നിരിക്കുന്ന പൈപ്പുകളാണിത്. ഈ പൈപ്പ് നേരെ ഈ വെന്റിലേക്ക് കൊടുത്തു. അത്ര മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന ബ്ലോവറിലേക്ക് ഈ പൈപ്പ് കണക്ട് ചെയ്യണമെന്നാണ് വിചാരിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇത് താഴെ കൊടുത്തിരുന്നത്. അല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇവിടെ 2 ഹോളുകൾ ഇട്ട് നേരെ ഇതിനകത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് എത്തിക്കാമായിരുന്നു. അങ്ങനെ എത്തിച്ചിരുന്നെങ്കിൽ ഈ ഒരു ബെൻഡ് കൂടെ എനിക്ക് ഒഴിവാക്കാമായിരുന്നു. കുറച്ചും കൂടെ കാറ്റ് കൂടുതലായി എന്റെ വണ്ടിയിലേക്ക് കയറിയേനെ. മറ്റൊരു ടിപ്പ് പറഞ്ഞു തരാനുള്ളത്, ഈ ട്യൂബ് ഇതിന്റെ ചുറ്റും അലൂമിനിയം ഫോയിൽ ഒന്ന് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ തണുപ്പ് നിൽക്കും. കാരണം ഈ ഒരു ട്യൂബും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ലോണം തണുക്കും. ആ തണുപ്പ് പോകാതെ ഉള്ള തണുപ്പിനെ മുഴുവൻ നമുക്ക് ഇങ്ങോട്ട് എത്തിക്കാനായിട്ട് ഈ അലൂമിനിയം ഫോയിൽ ഇതിൽ ചുറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ എഫിഷ്യന്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു ഓപ്ഷൻ ഉള്ളത്, ഇങ്ങനെ വെറുതെ ഒരു വെന്റ് വെക്കാതെ അതിന് പകരം നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ചെറിയൊരു ബ്ലോവറായിട്ട് തന്നെ കിട്ടും. വളരെ വലിപ്പം കുറഞ്ഞ ഒരു ബ്ലോവർ, ഈ ഒരു വലിപ്പമേ അതിനകത്ത് ഉണ്ടാവത്തുള്ളൂ. ആ ഒരു ബ്ലോവറിലേക്ക് ഇത് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ബ്ലോവറിൽ നിന്ന് കുറച്ചും കൂടെ കാറ്റിന്റെ ശക്തി നമ്മുടെ ദേഹത്തേക്ക് കിട്ടും. കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും. അങ്ങനെ ഒരു പരീക്ഷണം കൂടെ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഈ ഒരു പരീക്ഷണം മൊത്തത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 10ൽ ഒരു 7 മാർക്ക് കൊടുക്കാം. കാരണം ഒരു 70% നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് പുറങ്ങോട്ട് നല്ല തണുത്ത കാറ്റ് കിട്ടുന്നുണ്ട്. ഒരു 70% ഇത് ഈ എക്സ്പെരിമെന്റ് ഒരു സക്സസ് തന്നെയാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കൊക്കെ ഇതൊന്ന് ശ്രമിച്ചു നോക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ഇതുപോലെ പരീക്ഷണങ്ങൾ നടത്താൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. ഫ്രണ്ടിലിരിക്കുന്നവർക്കും പുറകിലിരിക്കുന്നവർക്കും വളരെ സൗകര്യപ്രദമായിട്ട് തണുത്ത കാറ്റ് കൊണ്ടുപോകാനുള്ള ഒരു ഐഡിയയാണ് ഇത്. വലിയ ചെലവൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ ഇനി ഇതുപോലുള്ള ചെറിയ ചെറിയ പരീക്ഷണങ്ങളുടെ റിസൾട്ടുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ. താങ്ക് യു.